തന്നെ പാർലമെന്റിനെ നോക്കുകുത്തിയാക്കി അവരെടുക്കുന്ന തീരുമാനങ്ങൾ അസ്വസ്ഥത ഉളവാക്കുന്നതാണ്. ഇന്നലെ പറഞ്ഞു വന്ദേ മാതരം ദേശീയ ഗീതം, അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. നമ്മുടെ ദേശീയ ഗാനം ജനഗണമന അത് രണ്ടാമതാക്കണം. കേൾക്കുമ്പോൾ ഇതെല്ലാം നിസ്സാരമായിട്ട് തോന്നും. നമ്മുടെ രാജ്യത്തോട് നമുക്കെല്ലാം കൂറുണ്ട്, ഈ രാജ്യത്തെ ചൊല്ലി സ്നേഹമുണ്ട്. ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളം എന്ന് കേട്ടാൽ തിളക്കണം ചോര ഞരമ്പുകളിൽ എന്ന് കവി പാടിയത്. അങ്ങേയറ്റം ഉൾക്കൊള്ളുന്നവരാണ് നമ്മളെല്ലാം. ഇന്ത്യ നമ്മുടെ മാതൃഭൂമിയാണ്. അതിനോട് കൂറുള്ളത് കൊണ്ടാണ് അതിനെ വെട്ടിമുറിക്കാനും വർഗീയ ലഹളകളുടെ വിളനിലമാക്കി മാറ്റാനും അനുവദിക്കരുത് എന്ന് നമ്മൾ പറയുന്നത്. ഇത് സ്വാതന്ത്ര്യം കിട്ടി ഭരണഘടന എഴുതി തയ്യാറാക്കുമ്പോൾ 1950-കളിൽ തന്നെ ആ ഭരണഘടനാ നിർമ്മാണ സമിതിയും സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രമുഖ നേതാക്കളുമെല്ലാം ചർച്ച ചെയ്ത വിഷയമാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനമായി രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജനഗണമന തീരുമാനിക്കപ്പെട്ടു. ആ ദേശീയ ഗാനം ആലപിക്കുമ്പോൾ നമുക്ക് അനൽപമായിട്ടുള്ള ഒരു നിർവൃതിയാണ് ഉണ്ടാവുന്നത്. ഈ രാജ്യത്തെ എല്ലാ ഭാഗങ്ങളെയും സൂചിപ്പിച്ചുകൊണ്ടുള്ള പഞ്ചാബും സിന്ധും ഗുജറാത്തും മറാഠയും എല്ലാം ചേർന്നുകൊണ്ടുള്ള ഇന്ത്യ നമ്മുടെ ഇന്ത്യയാണ്, നമ്മുടെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും നമ്മുടെ സഹോദരീ സഹോദരന്മാരാണ്. അവരുടെ യോഗക്ഷേമത്തിലും ഐശ്വര്യത്തിലുമാണ് നമ്മുടെ താല്പര്യമെന്ന പ്രതിജ്ഞ കൂടി ചെല്ലുമ്പോൾ ഇന്ത്യ നമ്മൾ ഒരു രാജ്യമായിട്ട് മാറുന്നു. ഈ ദേശീയ ഗീതം എന്ന് പറയുന്ന ബങ്കിം ചന്ദ്രയുടെ ഗാനം, അത് അതിൻ്റെ ആദ്യത്തെ 2 പാരഗ്രാഫാണ് ദേശീയ ഗീതമായിട്ട് സ്വീകരിച്ചത്. നല്ലതാണത്. സുജലാം സുഫലാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മാതൃഭൂമിയുടെ സസ്യശ്യാമള കേദാര ഭൂമിയെ പ്രകീർത്തിക്കുന്ന ആ ഭാഗം ദേശീയ ഗീതമായിട്ടെടുത്തു. രണ്ടിനും തത്തുല്യമായിട്ടുള്ള പ്രാധാന്യം നൽകണമെന്ന് പറഞ്ഞു. പക്ഷേ അതിനുശേഷം ബങ്കിം ചന്ദ്ര എഴുതിയിട്ടുള്ള ബാക്കി സ്റ്റാൻസകൾ, ബാക്കി പാരഗ്രാഫുകൾ അദ്ദേഹം ആദ്യം എഴുതിയതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ആനന്ദമഠം എന്ന് പറയുന്ന നോവൽ പിന്നീട് എഴുതുമ്പോൾ അദ്ദേഹം അതിനകത്ത് കുറച്ചുകൂടി ഖണ്ഡികകൾ കൂട്ടിച്ചേർത്തു. ആ ഖണ്ഡികകൾ ഹിന്ദു ദേവതമാരെ പ്രകീർത്തിക്കുന്ന വരികളാണ്. അതിനെക്കുറിച്ച് ചർച്ച വന്നപ്പോൾ സ്വാതന്ത്ര്യ സമര സേനാനികൾ നേതാക്കന്മാരും നെഹ്റു അടക്കമുള്ള നേതാക്കന്മാരും അതുപോലെ തന്നെ പ്രമുഖരായിട്ടുള്ള എല്ലാവരും അന്ന് ചർച്ച ചെയ്തത് ആ ഭാഗം ദേശീയ ഗീതത്തിൻ്റെ കൂടെ നമ്മളിപ്പോൾ ചേർക്കണ്ട, അതിഷ്ടമുള്ളവർ പാടട്ടെ, കാരണം നമ്മൾ ഇതൊരു മതേതര രാജ്യമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ പ്രാർത്ഥനാ ഗാനം ഉൾപ്പെടുത്തുന്നത് ശരിയല്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ബങ്കിം ചന്ദ്രയുടെ ഈ ഗീതത്തിലെ ആദ്യത്തെ 2 ഖണ്ഡികകൾ മാത്രമാണ് നമ്മുടെ ദേശീയ ഗീതത്തിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത്. എന്നാൽ ആ പദ്യശകലങ്ങൾ മുഴുവൻ ചൊല്ലണമെന്നാണ് ഇപ്പോൾ BJP പറഞ്ഞത്. ഇതൊരു നിഷ്കളങ്കമായ തീരുമാനമാണെന്ന് നമ്മൾ കരുതരുത് കേട്ടോ. ഇത് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ രാജ്യമാണ് ഇന്ത്യ എന്ന് വരുത്തി തീർക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ഫാസിസ്റ്റിക് പ്രവണതയുടെ ഒരു ഭാഗമാണ് ഇത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും.